സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും ബിജു സജീവമായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. ആ കാലഘട്ടത്തിൽ ഒരു മത്സരത്തിൽ പാടിയ പാട്ട് നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഞാനൊരു 8th വരെ അങ്ങനെ മത്സരങ്ങൾ കാര്യമായിട്ട് പങ്കെടുത്തിരുന്നില്ല. 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും കാരണം പഠന കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല എന്ന് വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് പോയിരുന്നില്ല. പക്ഷേ 8th സ്റ്റാൻഡേർഡിൽ വെച്ചാണ് യൂത്ത് ഫെസ്റ്റിവലിന് സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന് കാരണം എൻ്റെ ഒരു അതുവരെ അവിടെ സ്കൂളിൽ വിൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഡിനു ആൻ്റണി. ഡിനു ആണ് എന്നെ നിർബന്ധിച്ച് 8th സ്റ്റാൻഡേർഡിൽ തന്നെ നീ പാടണം എന്ന് പറഞ്ഞു. ഒരു ഗായകൻ തന്നെയാണ് നിർബന്ധിച്ചത്. തീർച്ചയായും അതാണ്. അങ്ങനെയുള്ളവരെയൊക്കെ സത്യം പറയുന്നില്ല, വളരെ റെയർ ജീവികളാണ്. സാധാരണ ഒരു പാട്ട് മുടക്കാനാണ് ശ്രമിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഡീനു എന്നോട് പറഞ്ഞു നീയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ ഒരു പാട്ട് പാടുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ലളിതഗാനമല്ല, ഡിവോഷണൽ സോങ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ പാട്ട് ഡിസ്ട്രിക്ട് അവിടെ പ്രൈസ് കിട്ടിയിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ പോകണം. എറണാകുളത്ത് അവിടെയും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോവുകയാണ്. അത് ഈ പാട്ട് സെയിം പാട്ട് തന്നെ അവിടെ A ഗ്രേഡ് കിട്ടുന്നു. എന്നാലും മറ്റൊരു ഗായകനെ സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു നിമിത്തമായി വന്ന് ഭവിച്ചത്. തീർച്ചയായും. ശരി. എല്ലാ ദുഃഖവും തീർത്തു തരൂ എൻ്റെ ശബരിവാസ, എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. എല്ലാ ദുഃഖവും തീർത്തു തരൂ എൻ്റെ ശബരിവാസ, എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. ഒരു മനോഹരമായ ഭക്തികാരത്തോടെയാണ് ജൈത്രയാത്ര ആരംഭിച്ചത്. അതെ അതെ. പിന്നീട് എനിക്ക് തോന്നുന്നു ബിജു ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാസറ്റുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പ്രീ ഡിഗ്രി മുതൽ തന്നെ റെക്കോർഡിംഗ് ഫീൽഡിൽ വളരെ നേരത്തെ തന്നെ ഈ ഫീൽഡിൽ വന്നൊരാളാണ്. അപ്പോൾ ആദ്യം കോറസ് പാടിയിട്ട് അതിവിടെ ആദ്യത്തെ ഒരു കോറസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയാണ്. പ്രശസ്ത വയലിനിസ്റ്റ് റെക്സ് മാഷിൻ്റെ ഒരു വർക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ രാജേഷ്, അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറയുന്നത്. അങ്ങനെ പോയി ഒരു 2 പാട്ടിന് ഒരു 4 വരിയും കൂടെ പാടി. ആദ്യത്തെ പ്രതിഫലം പാടുകയും ചെയ്തു, പ്രതിഫലം കിട്ടി. ആദ്യം റെക്കോർഡിങ്ങിന് കിട്ടുന്ന പ്രതിഫലമാണ് 75 രൂപ. 75 രൂപ. 150 രൂപ തന്നു. രാജേഷ് 75 രൂപ എടുത്തു, എനിക്കും 75 രൂപ കിട്ടി. അതാണ് ആദ്യത്തെ പ്രതിഫലവും, റെക്കോർഡിങ്ങിന് കിട്ടുന്ന പ്രതിഫലവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. അന്ന് എത്ര എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? 89 സമയത്ത്. 89. അപ്പം 88-89 വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞുള്ളൂ. വിദ്യാർത്ഥി ആ ഒരു സമയത്താണ്. യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആയിരുന്നല്ലേ? യൂണിവേഴ്സിറ്റിയിൽ 3rd കിട്ടിയിട്ടുണ്ട്, 2nd കിട്ടിയിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റും കിട്ടിയിട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് പാടിയത്. വിശ്രുതമാകും ഭൂപാളഭംഗിയിൽ വിശ്വം ലയിക്കുമി ഉഷകാലത്തിൽ, വിശ്രുതമാകും ഭൂപാളഭംഗിയിൽ വിശ്വം ലയിക്കുമി ഉഷകാലത്തിൽ, വിമലതലങ്ങളിൽ ഹരിശ്രീ കുറിച്ചു നീ വിടരൂ മനസ്സിൽ പ്രിയതാമരേ, വിശ്രുതമാകും ഭൂപാളഭംഗിയിൽ വിശ്വം ലയിക്കുമി ഉഷകാലത്തിൽ. ഇതാണോ 1ാം സമ്മാനം കിട്ടിയ പാട്ട്? അതെ അതെ. PS രാധാകൃഷ്ണജിയാണ് എൻ്റെ സംഗീതം, ചിറ്റൂർ ഗോപിയാണ് എഴുതിയിരിക്കുന്നത്.